സർവത പുഷ്പിതവനം, ആ വൃന്ദാവനം മുഴുവനും എല്ലായിടത്തും പൂത്തുലഞ്ഞു നിൽക്കുന്നു. ദ്വിജാളി കുലനാദിതം, ദ്വിജങ്ങൾ എന്ന് വെച്ചാൽ പക്ഷികൾ എന്നാണ്. ആളിക്കൂട്ടം, ദ്വിജാളി പക്ഷികളുടെ കൂട്ടം. നാദിതം ശബ്ദം ഉണ്ടാക്കുന്ന, പക്ഷികൾ കൂവിക്കൊണ്ടിരിക്കുന്ന, പക്ഷികളുടെ കൂകലോട് കൂടിയ ദ്വിജാളി കുലനാദിതം. ദ്വിജാളികൾ പക്ഷിക്കൂട്ടങ്ങൾ, കുയില് മുതലായിരിക്കുന്ന പക്ഷികളുടെ സമൂഹം ദ്വിജാളി. അവയുടെ കുലത്താൽ നാദിതം ശബ്ദം ഉണ്ടാക്കുന്നത്. ഹംസ കാരണ്ടവ ആകീർണൈ, ഹംസങ്ങളാലും കാരണ്ടവങ്ങളാലും, കാരണ്ടവം കുളക്കോഴിയ, ഹംസം അരയന്നം, കാരണ്ടവം കുളക്കോഴി. ആകീർണം അവകളോട് കൂടിയത്. പത്മഷണ്ടൈശ്ചമണ്ഡിതം, പത്മം താമര, ഷണ്ടം കൂട്ടം, താമര പൊയ്ക എന്ന് പറയാം. പത്മഷണ്ടൈശ്ച താമരപ്പൊയ്കകളാൽ, മണ്ഡിതം അലങ്കരിക്കപ്പെട്ടത്. മണ്ഡിതം. ഹംസ കാരണ്ടവാകീർണൈ പത്മഷണ്ടൈശ്ചമണ്ഡിതം. ആ വൃന്ദാവനം എല്ലായിടത്തും പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും, ആ വൃക്ഷങ്ങളിൽ ഇരുന്ന് പാടുന്ന കുയില്, തത്ത മുതലായിരിക്കുന്ന പലതരം പക്ഷികളുടെ നാദം കൊണ്ട് മനോഹരവും, ഹംസങ്ങൾ, കാരണ്ടവങ്ങൾ ഇവകൾ നിറഞ്ഞിരിക്കുന്ന പൊയ്കകൾ. പത്മഷണ്ടൈശ്ചമണ്ഡിത, താമരപ്പൊയ്കകളെ കൊണ്ട് അലങ്കൃതമാണ്, അലങ്കരിച്ചതാണ് ആ വൃന്ദാവനം. വൃന്ദാവനത്തെക്കുറിച്ച് വർണ്ണനയാണ് ഇവിടെ. സർവത പുഷ്പിതവനം ദ്വിജാളികുലനാദിതം ഹംസകാരണ്ടവാകീർണൈ പത്മഷണ്ടൈശ്ചമണ്ഡിതം. സർവത പുഷ്പിതവനം ദ്വിജാളികുലനാദിതം ഹംസകാരണ്ടവാകീർണൈ പത്മഷണ്ടൈശ്ചമണ്ഡിതം. തമാഗതം സമാഗമ്യ കൃഷ്ണസ്യ അനുചരം പ്രിയം നന്ദപ്രീത പരിഷുജ്യ വാസുദേവധിയർച്ചയത്. തം ആഗതം, ആഗതം തം എത്തിച്ചേർന്നവനായ അവനെ. തമാഗതം, ആഗതം തം, സമാഗമ്യ അടുക്കലെത്തിയിട്ട്, എത്തിച്ചേർന്ന അവന്റെ അടുത്ത് എത്തിയിട്ട്. ആഗതം തം സമാഗമ്യ കൃഷ്ണസ്യ അനുചരം പ്രിയം, കൃഷ്ണന്റെ അനുചരനായ അവനെ. അനുചരൻ സന്തത സഹചാരി, എപ്പോഴും കൂടെ നടക്കുന്നവൻ. എന്താ പ്രിയൻ, പ്രിയപ്പെട്ടവൻ. ഉദ്ധവരെ ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയാണ്, പ്രിയപ്പെട്ടവരുമാണ്. കൃഷ്ണസ്യാനുചരം പ്രിയം സമാഗമ്യ, കൃഷ്ണന്റെ അനുചരനായ ഏറ്റവും പ്രിയപ്പെട്ടവനായ ആ ഉദ്ധവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് നന്ദഃ പ്രീതഃ പരിഷുജ്യ, നന്ദഗോപർ പ്രീതനായി ആലിംഗനം ചെയ്തിട്ട്, പരിഷുജ്യ ആലിംഗനം ചെയ്തിട്ട്. നന്ദഃ പ്രീതഃ പരിഷുജ്യ, നന്ദഗോപർ പ്രീതനായി ആലിംഗനം ചെയ്തിട്ട് വാസുദേവധിയ അർച്ചയത്, വാസുദേവൻ എന്നുള്ള ബുദ്ധിയോടെ അർച്ചയത് അർച്ചിച്ചു. വാസുദേവധിയർച്ചയത്. വന്നിരിക്കുന്നത് ഉദ്ധവരാണെങ്കിലും
സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്നുള്ള ബുദ്ധി ഉറപ്പിച്ചു ഉദ്ധവര്. ഉറപ്പിക്കാൻ കാരണം കൃഷ്ണന്റെ സന്തത സഹചര്യാണ്. അങ്ങനെയുള്ള ആളിനെ കൃഷ്ണനെ പോലെ തന്നെ ആരാധിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ. അതുകൊണ്ട് നന്ദഗോപര് വളരെ സന്തുഷ്ടനായി വാതുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് ഉദ്ധവരെ ആലിംഗനം ചെയ്ത് ശ്രീകൃഷ്ണന്റെ അനുചരനും പ്രിയപ്പെട്ടവരുമായ അവനെ ആലിംഗനം ചെയ്തിട്ട് വാസുദേവൻ എന്നുള്ള ബുദ്ധിയോടെ അർച്ചിച്ചു. അർച്ചിച്ചാൽ ഉപചാരങ്ങൾ കൊണ്ട് പൂജിച്ചു. അതിഥിയെ പോലെ ഉപചാരാദികൾ കൊണ്ട് പൂജിച്ചു, ആരാധിച്ചു. തമാഗതം സമാഗമ്യ കൃഷ്ണസ്യാനുചരം പ്രിയം നന്ദപ്രീത പരിഷ്വജ്യ വാസുദേവധിയാർച്ചയൽ. തമാഗതം സമാഗമ്യ കൃഷ്ണസ്യാനുചരം പ്രിയം നന്ദപ്രീത പരിഷ്വജ്യ വാസുദേവധിയാർച്ചയത്. ഭോജിതം പരമാന്നേന സംവിഷ്ടം കശുപൗ സുഖം ഗതശ്രമം പര്യപൃച്ഛത് പാദസംവാഹനാദിഭി. പരമാന്നേന ഭോജിതം, ഉത്കൃഷ്ടമായ അന്നം കൊണ്ട് ഭുജിപ്പിച്ചു. ഭോജിതം ഭുജിപ്പിച്ചു. പരമാന്നേന ഉത്കൃഷ്ടമായ പരമമായ അന്നം കൊണ്ട്, ഏറ്റവും നല്ല ഭക്ഷണം അവനെ ഭുജിപ്പിച്ചു. ശ്രീകൃഷ്ണനായ ഈശ്വരന് തുല്യമായി ഈ വന്ന് കൃഷ്ണന്റെ സന്തത സഹചാരിയായി ഉദ്ധവരെ കരുതിയതുകൊണ്ട് ഉത്കൃഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ പൂജിച്ചു. സംവിഷ്ടം കശിപോ സുഖം. കശിപോ സുഖം സംവിഷ്ടം. കശിപു എന്ന കിടക്ക എന്നർത്ഥം. കശിപു ഉകാരാന്ത പുല്ലിംഗമാണ് കശിപ്പു. അതിന്റെ സപ്തമി കശിപ്പവു, ഹരവു പോലെ അല്ലെ ഗുരവു പോലെ. ഗുരവു പോലാണ് കശിപ്പവു. കശിപ്പുവിൽ, കിടക്കയിൽ. ഹിരണ്യകശിപു എന്ന് പേര് വന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്വർണ്ണ കിടക്കയുള്ളവനായതുകൊണ്ടാണ്. കട്ടിലും ബെഡും ഒക്കെ എന്താണ്? സ്വർണ്ണമാണ്. സിംഹാസനം മാത്രം സ്വർണം കേട്ടിട്ടുണ്ട്, സ്വർണ്ണ സിംഹാസനം. സ്വർണ്ണ കിടക്ക ഉള്ളവനാണ് ആര്? ഈ ഹിരണ്യകശിപു. അതുകൊണ്ടായിട്ട് കശിപ്പു എന്ന് പേര് വന്നതുകൊണ്ടാണ്. അപ്പൊ കശിപു സംവിഷ്ടം, കിടക്കയിൽ എന്താണ്? ഇരുത്തിയിട്ട് അല്ലെങ്കിൽ കിടത്തിയിട്ട്. സുഖം, പരമസുഖമായ മെത്തയിൽ അദ്ദേഹത്തെ ഇരുത്തി അല്ലെങ്കിൽ കിടത്തി ഉപചരിച്ചു, പൂജിച്ചു. ഗതശ്രമം, ക്ഷീണമൊക്കെ തീർന്നിട്ട്, യാത്രാക്ഷീണമൊക്കെ തീർന്നിട്ട്. ഗതശ്രമം, ഇവിടെ ശ്രമത്തിന് ക്ഷീണം എന്നർത്ഥം. നമുക്ക് പ്രയത്നം കൊണ്ട് വരുന്ന വിഷമതകൾ അതൊക്കെ ഗതമായി പോയി കഴിഞ്ഞപ്പോൾ ഗതശ്രമം പര്യവർച്ഛത ചോദിച്ചു. പര്യവർച്ഛത ചോദിച്ചു. പാദസംവാഹനാദിഭി ഗതശ്രമം പര്യവർച്ഛത. പാദസംവാഹനം, കാല് തിരുമ്മൽ. പാദസംവാഹനം, കാല് തിരുമുക. യാത്രാക്ലേശം മാറ്റാൻ വേണ്ടി നന്ദഗോപർ ഉദ്ധവരുടെ 2 കാലുകളും നന്നായി തടവി കൊടുത്തിട്ട് അങ്ങനെ യാത്രാക്ഷീണം മാറ്റിയിട്ട് പര്യവർച്ഛത ചോദിച്ചു. നല്ല ഭക്ഷണം കൊടുത്ത് ഉത്കൃഷ്ടമായ കിടക്കയിലൊക്കെ ഇരുത്തിയിട്ട് കാലൊക്കെ തിരുമ്മിക്കൊടുത്ത് ക്ഷീണമൊക്കെ മാറിയതിനു ശേഷം ചോദിച്ചു. ഇതൊരു ആതിഥ്യ മര്യാദയുടെ ഭാഗമാണ്. ഇങ്ങനെ വേണം വരുന്ന ആൾക്കാരുമായി സംസാരിക്കാൻ. വരുമ്പോഴേ കാര്യം ചോദിക്കലല്ല, വരുമ്പോ ഇത്രയൊക്കെ ഒരു അതിഥി സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭാരതീയർക്ക്. അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ചു കൊണ്ടുവന്നാണ്. മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിഥിയെ സ്വീകരിച്ച് ഗാഠമായി ആശ്ലേഷം ചെയ്ത് അകത്ത് കൊണ്ടുവന്നിരുത്തി കൈകാലുകളൊക്കെ കഴുകി തുടച്ച് ഏറ്റവും നല്ല മുന്തിയ ഭക്ഷണങ്ങൾ കൊടുത്ത് നല്ല കിടക്കയിൽ തന്നെ ഇരുത്തി ക്ഷീണമൊക്കെ തീർത്തിട്ട് കാലൊക്കെ നീളം തിരുമ്മിക്കൊടുത്ത് യാത്ര ക്ഷീണമൊക്കെ തീർത്തിട്ട് ഇനി ചോദിക്കാം. ഭോജിതം പരമാന്നേന
സംവിഷ്ടം കശിപൂഫുഖം ഗതശ്രമം പദ്യപൃച്ഛത് പാദസംവാഹനാദിഭിः ഭോജിതം പരമാന്നേന സംവിഷ്ടം കശിപൂഫുഖം ഗതശ്രമം പദ്യപൃച്ഛത് പാദസംവാഹനാദിഭിः കച്ചിദംഗമഹാഭാഗ സഖാനശൂരനന്ദന ആസ്തേ കുശല്യപത്യാദ്യൈ യുക്തോ മുക്തഃ സുഖദ്വൃതാം. കച്ചിത് അല്ലേ എന്നുള്ളതിനൊരു സംശയദ്യോതകമായ ചോദ്യമാണ് കച്ചിത്. കച്ചിത്, അഭി, തർഹി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെ അല്ലേ എന്നുള്ളത് ചോദ്യമാണ്. അംഗസംബോധനയാണ്. ഉത്കൃഷ്ടനായവനെ കച്ചിത് അംഗ, ഹേ അംഗ മഹാഭാഗ, അംഗ മഹാഭാഗ, ഏറ്റവും വലിയ ഭാഗ്യവാനാണ് താങ്കൾ. കാരണം എന്താണ്? ശ്രീകൃഷ്ണന്റെ കൂടെ കുറെ ദിവസം നടക്കാൻ പറ്റിയില്ലേ, ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ടവനായി തീർന്നില്ലേ, മഹാഭാഗൻ എന്നാണ് ഇപ്പൊ വിളിക്കുക ഉദ്ധവരെ. ഹന്ത എന്താ മഹാഭാഗ അംഗ നഹ ഫഖ ശൂരസേന, ഞങ്ങളുടെ സുഹൃത്തായ ശൂരസേനൻ വസുദേവൻ, ഞങ്ങളുടെ സുഹൃത്തായ വസുദേവരെ നന്ദഗോപരാണ് ചോദിക്കുക. ആസ്തേ കുശലി അപത്യാദ്യേഹി യുക്തോ, കുശലി ആസ്തേ സുഖമായിരിക്കുന്നില്ലേ, കുശലി ആസ്തേ കച്ചിത്, ആസ്തേ കുശലി അപത്യാദ്യേഹി സന്താനങ്ങളോടൊപ്പം, അപത്യാദ്യേഹി അപത്യം സന്താനം, അപത്യാദ്യേഹി സന്താനങ്ങളോടൊപ്പം അപത്യാദ്യേഹി യുക്തഃ കുശലി ആസ്തേ കച്ചിത്. എന്താണ്? സന്താനങ്ങളോട് കൂടി അദ്ദേഹം സുഖമായി തന്നെ ഇരിക്കുന്നില്ലേ. മുക്തഃ സുഹൃദ്വ്രതഃ, സുഹൃത്തുക്കളോട് ചുറ്റപ്പെട്ടവനായിട്ട്, സുഹൃദ് വ്രതഃ സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ടവനായി, മുക്തഃ മോചിക്കപ്പെട്ടവനായി, കംസഭയത്തിൽ നിന്ന് മുക്തനായിട്ട് എന്ന്. ഇതുവരെ കംസനെ പേടിച്ച് വസുദേവർക്ക് അനങ്ങാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹം ഭയത്തിൽ നിന്നും മുക്തനായിട്ട് കുശലി ആസ്തേ കച്ചിത് സുഖമായി തന്നെ ഇരിക്കുന്നില്ലേ, ആ വസുദേവരുടെ പുത്രന്മാരൊക്കെ സുഖമായി തന്നെ ഇരിക്കുന്നില്ലേ, സുഹൃദ്വ്രത സുഹൃത്തുക്കളൊക്കെ ചേർന്ന് കുശലിയായി ഇരിക്കുന്നില്ലേ, മുക്തനുമാണല്ലോ അദ്ദേഹം ഇപ്പോൾ, ഭയത്തിൽ നിന്നും കംസഭയത്തിൽ നിന്നും മുക്തനായി. ഇങ്ങനെയുള്ള വസുദേവരെ സുഖമായി തന്നെ ഇരിക്കുന്നില്ലേ എന്ന് കുശലൻ ചോദിച്ചത് മാത്രം. അവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു കൃഷ്ണനെ കുറിച്ചല്ല, വസുദേവരെ കുറിച്ചാണ്. ഞങ്ങളുടെ സുഹൃത്താണ് വസുദേവർ എന്നുള്ളത് കൊണ്ട് ആദ്യം വസുദേവർക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു. കച്ചിദംഗ മഹാഭാഗം സഖാനശൂരനന്ദന ആസ്തേ കുശല്യപത്യാദ്യൈ യുക്തോ മുക്തഃ സുഹൃത്കൃതാം. കച്ചിദംഗ മഹാഭാഗം സഖാനശൂരനന്ദന ആസ്തേ കുശല്യപത്യാദ്യൈ യുക്തോ മുക്തഃ സുഹൃത്കൃതാം. ദിഷ്ട്യാകംസോ ഹതപാവ സാനുകസ്വേന പത്മനാം സാധൂനാം ധർമ്മശീലാനാം യദൂനാം വേഷ്ടിയസ്വദാം. ദിഷ്ട്യ ഭാഗ്യം കൊണ്ട്, ദിഷ്ട്യ ഭാഗ്യം കൊണ്ട് കംസോ ഹത, കംസ പാപ ഹത, ഹംസനെന്ന ആ മഹാപാപി ഹതനായല്ലോ. സ്വാനുഗ അയാൾ മാത്രമല്ല, അയാളുടെ കൂടെ വന്നവര് സ്വാനുഗ അനുഗന്മാർ, കൂടെ ഗമിക്കുന്നവർ, അയാളുടെ കൂടെ നടന്ന കുറെ പേരുണ്ടായിരുന്നു, അവരും പോയി. എത്ര പേരുടെ പേരാ എൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ കൂട്ടുകാരായിരുന്നു, അവരെല്ലാം പോയി. സ്വാനുഗ അനുഗന്മാരോടൊപ്പം പാപിയായ കംസൻ കൊല്ലപ്പെട്ടുന്നല്ലോ ഭാഗ്യം കൊണ്ട്. സ്വേന പത്മന സ്വന്തം പാപം കൊണ്ടാണ് അയാൾ കൊല്ലപ്പെട്ടത്.
അതിൽ പലരും ചിലപ്പോൾ കൃഷ്ണനെ ആക്ഷേപിക്കുന്നുണ്ടോ എന്നൊരു സംശയം വെച്ചുകൊണ്ടാണ് സ്വേന പാപ്മന, സ്വന്തം പാപം കൊണ്ട് തന്നെയാണ് അയാൾ കൊല്ലപ്പെട്ടത്. അല്ല മറ്റാരും അയാളെ ഒന്നും ചെയ്തതല്ല, അയാൾ സ്വയം മൃത്യു വരിച്ചതാണ്. അത് സ്വയം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിണത ഫലമാണ്. ഈ മരണത്തിന് മറ്റാരെങ്കിലും നിമിത്തമായേക്കാം. ഈ ആരാണ് നിമിത്തം എന്നുള്ളതല്ല, ആരായാലും എന്താണ് ചെയ്ത പാപത്തിന്റെ പരിണത ഫലങ്ങളൊക്കെ അനുഭവിച്ചേ മതിയാവും. അങ്ങനെ സ്വേന പാപ്മന, സ്വന്തം പാപം കൊണ്ട് സ്വാനുഗ പാപ ഹംസ ദിഷ്ട്യഹത, സ്വാനുകനും പാപിയുമായ ഹംസൻ ഭാഗ്യം കൊണ്ട് കൊല്ലപ്പെട്ടുവല്ലോ. സാധൂനാം ധർമ്മശീലാനാം, സാധുക്കളായ ധർമ്മശീലികൾക്ക്, ധർമ്മശീലാനാം സാധൂനാം യദൂനാം, യാദവന്മാർക്ക് യഹ സദാ ദ്വേഷ്ടി, യാതൊരുവൻ എപ്പോഴും വിദ്വേഷിയായിരുന്നുവോ, ദ്വേഷ്ടി, യാദവന്മാർക്ക് ദ്വേഷം ചെയ്യുന്നവനായ യാതൊരു കംസനുണ്ടോ, പാപിയായ അയാൾ കൂടെ വന്ന അനുചരന്മാരോടൊപ്പം സ്വന്തം പാപം കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നുവല്ലോ, ഭാഗ്യം തന്നെ. സാധൂനാം ധർമ്മശീലാനാം യദൂനാം, യദുക്കളുടെ വിശേഷമാണ്. സാധുക്കളാണ് യജുക്കൾ, സജ്ജനങ്ങളാണ്, ധർമ്മശീലന്മാരാണ്. ധർമ്മശീലന്മാരും സാധുക്കളുമായ യദുക്കൾക്ക് സദാദ്വേഷ്ടി, ആരാണോ എപ്പോഴും വിദ്വേഷം ചെയ്തുകൊണ്ടേയിരുന്നത്, ആ കംസനായ പാപി സ്വന്തം പാപം കൊണ്ട് തന്നെ ഇതാ മരിക്കപ്പെട്ടു. ദിഷ്ട്യാകംസോ ഹത പാപ സാനുഗസ്വേന പാപ്മനാം, സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടിയഃ സദാം. ദിഷ്ട്യാകംസോ ഹത പാപ സാനുഗസ്വേന പാപ്മനാം, സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടിയഃ സദാം. ദിഷ്ട്യാകംസോ ഹത പാപ സാനുഗസ്വേന പാപ്മനാം, സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടിയഃ സദാം. അപിസ്മരതി ന കൃഷ്ണോ മാതരം സുഹൃദസഖീൻ, ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരിം. അപിസ്മരസി, സ്മരിക്കുന്നുണ്ടോ സംശയമാണ്. അപി ചോദ്യമാണ്, കച്ചിതുപോലെ തന്നെ. സ്മരസി അപി, ഓർക്കുന്നുണ്ടാവോ അറിയില്ല. ഞങ്ങളെയൊക്കെ മറന്നുപോയി കാണുമായിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം പോലും കൃഷ്ണനെ കാണാതിരിക്കാൻ കഴിയാത്തവരാണ് ഈ നന്ദഗോപര്. യശോദയും ഗോപന്മാരും എല്ലാം കുറച്ചു ദിവസമായി. മറന്നുപോയി കാണുമെന്തോ, ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? നഹ സ്മരസി കൃഷ്ണ മാതരം, അമ്മയെ ഓർക്കുന്നുണ്ടാവും. മാതരം, അമ്മയെ. ഞങ്ങളെയൊക്കെ മറന്നു കാണും, അമ്മയെ യശോദയെ മറന്നു കാണുമായിരിക്കും. സുഹൃദ സഖീൻ, സുഹൃത്തുക്കളെയും സഖികളെയും ഒക്കെ മറന്നുപോയി കാണും. അവിടെ ചെന്നപ്പോ പിന്നെ നല്ല പട്ടണം, അവിടെയൊക്കെ ധാരാളം ആൾക്കാർ, ജനങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ ഈ വൃന്ദാവനവും ഇവിടെയുള്ള ഗോപന്മാരും ഗോവസ്തികളും യശോദയും നന്ദഗോപുരും ഒക്കെ ചിലപ്പോൾ മറന്നുപോയി കാണുമോ? അപിസ്മരസിന കൃഷ്ണോ മാതരം സുഹൃദ സഖീൻ. ഗോപാൻ, വ്രജം, ഗോപന്മാരെ, വ്രജത്തെ, വൃന്ദാവനത്തെ. ആത്മനാഥം ഗാവോ, തന്നെയുമല്ല ആത്മനാഥനായ, ആത്മാവാകുന്ന നാഥനോടുകൂടിയ ഈ ഗോകുലത്തെ. ആത്മനാഥം വ്രജം ച, വ്രജത്തിന്റെ ആത്മസ്വരൂപനായ നാഥൻ ഭഗവാനായി. ആ ഭഗവാൻ ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ അങ്ങ് ആത്മനാഥനായിരുന്ന ഈ വ്രജത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടാവുമോ? ഗാവ, പശുക്കളെ കുറിച്ചോ? വൃന്ദാവനം, വൃന്ദാവനത്തെ കുറിച്ചോ? ഗിരിം, ഗോവർദ്ധന പർവ്വതത്തെ കുറിച്ചോ? ഇതെല്ലാം ഇവിടെയൊക്കെ കൃഷ്ണ സാന്നിധ്യം നിറഞ്ഞു വന്ന സ്ഥലമാണ്. ഈ സ്ഥലമൊക്കെ എടുത്ത് ചോദിച്ച് കൃഷ്ണൻ ഇതൊക്കെ ഓർക്കുന്നുണ്ടാവുമെന്തോ?
ഇവിടെ ഒരു ഗോവർദ്ധന പർവ്വതം ഉണ്ടായിരുന്നു, ഇവിടെ വൃന്ദാവനം ഉണ്ടായിരുന്നു, പിന്നെന്താണ് വ്രജമുണ്ടായിരുന്നു, ഗോപന്മാരുണ്ടായിരുന്നു, സഖികള്, സുഹൃത്തുക്കള്, അമ്മ, അച്ഛൻ, ഇതിലൊക്കെ ഓർക്കുന്നുണ്ടാവും. ഒക്കെ മറന്നുപോയോ കൃഷ്ണൻ? നിങ്ങളോടൊക്കെ പറയാറുണ്ടാവും പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെറിയ ആൾക്കാർ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്നിങ്ങനെ നന്ദഗോപര് ആമുഖമായി ഉദ്ധവരോട് ചോദിച്ചാണ്. അഭിസ്മരസിന കൃഷ്ണവും മാതരം സുഹൃത സഖീൻ ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരിം. അഭിസ്മരസിന കൃഷ്ണവും മാതരം സുഹൃത സഖീൻ ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരിം. അപ്യായാസ്യതി ഗോവിന്ദ സ്വജനാൻ സകൃദീക്ഷിതും തർഹി ദക്ഷ്യാമതദ്വക്ത്രം സുനസം സുസ്മിതക്ഷണം. അഭി ആയാസ്യതി. അഭി ഇവിടെ ചോദ്യമാണ്, അല്ലേ? ആയാസ്യതി പ്രയത്നപ്പെടുന്നുവോ, ആയാസം ചെയ്യുന്നുവോ? ആയാസ്യതി. അഭി ആയാസ്യതി, ആയാസം ചെയ്യുന്നുണ്ടോ, അതെ പ്രയത്നിക്കുന്നുണ്ടോ? ഗോവിന്ദ കൃഷ്ണൻ സ്വജനാൻ സകൃത് ഇക്ഷിത്, സ്വജനങ്ങളെ സകൃത് ഇക്ഷിത് ഒരിക്കൽ കൂടി കാണാൻ, സകൃത് ഒരിക്കൽ, ഈക്ഷിതും കാണുന്നതിന് വേണ്ടി. ശ്രീകൃഷ്ണന്റെ സ്വജനങ്ങളായ ഞങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ എന്നർത്ഥം. അതോ മതിയാക്കിയോ, ഇനിയും തിരിച്ചിങ്ങോട്ടില്ലേ? ഈ ഞങ്ങളായ സ്വജനങ്ങളെ സകൃത് ഈക്ഷിതും ആയാസ്യതി, ഒരിക്കൽ കാണാൻ വേണ്ടിയിട്ട് ആയാസപ്പെടുന്നുണ്ടാവോ? തർഹി എങ്കിൽ ദ്രക്ഷ്യാമ, കാണാമായിരുന്നു. തർഹി ദ്രക്ഷ്യാമ എങ്കിൽ കാണാമായിരുന്നു. തദ്വക്ത്രം, ആ മുഖം. അങ്ങനെയായിരുന്നെങ്കിൽ ആ മുഖം കാണാമായിരുന്നു. സുനസം, നല്ല മൂക്കുള്ള, നീണ്ട മൂക്കുള്ള മുഖം. സുനസം, നസം നാസിക, മൂക്കനാഥ്. സുനസം, നല്ല മൂക്ക്. സുസ്മിതേക്ഷണം, പുഞ്ചിരിയോടുകൂടിയ നോട്ടം. സുസ്മിതേക്ഷണം, നല്ല പുഞ്ചിരിയോടുകൂടിയ നോട്ടം. സുസ്മിതേക്ഷണം. പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുന്ന നോട്ടവും ആ ഉയർന്ന നീണ്ട മൂക്കും ഒക്കെ ഞങ്ങൾക്ക് ഒന്നുകൂടി കാണാമായിരുന്നു. ഞങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ആയാസപ്പെടുന്നുണ്ടെങ്കിൽ നന്ദഗോപർക്ക് ഏതാണ്ട് തീർച്ചയായും ഇനി ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയാണ്. കാരണം സ്വന്തം നാട്ടിലും വീട്ടിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ഞങ്ങൾ അന്യരായില്ലേ? എന്താണ് സ്വന്തം ജന്മനാട്, ജന്മഗൃഹം, ജന്മദേശം, അവിടെയുള്ള ആൾക്കാര് ആരും അങ്ങനെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ മതി എന്ന് വെച്ച് ബാക്കിയുള്ളവരൊക്കെ മറക്കാറുണ്ട്. അങ്ങനെയൊക്കെ മറന്നു കാണുമോ ആവോ? ഒന്ന് വന്നിരുന്നെങ്കിൽ കാണായിരുന്നു. അഭി ആയാസ്യതി ഗോവിന്ദ സ്വജൻ സകൃത് ഈക്ഷിതും തർഹി ദ്രക്ഷ്യാമ. അതിനുവേണ്ടി ആയാസപ്പെടുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ആ മുഖം, ആ നീണ്ട മൂക്ക്, ആ പുഞ്ചിരി, ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് കാണാമായിരുന്നല്ലോ. അപ്യായാസ്യതി ഗോവിന്ദ സ്വജനാൻ സകൃദീക്ഷിതും തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതക്ഷണം. അപ്യായാസ്യതി ഗോവിന്ദ സ്വജനാൻ സകൃദീക്ഷിതും തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതക്ഷണം. അപ്യായാസ്യതി ഗോവിന്ദ സ്വജനാൻ സകൃദീക്ഷിതും തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതക്ഷണം. ദാവാഗ്നിർവാതവർഷാച്ച വൃഷസർപ്പചർക്ഷിത ദുരത്യേഭ്യ മുക്തിഭ്യ കൃഷ്ണേന സുമഹാത്മനാം. ദാവാഗ്നേഹേ, ദാവാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചവനാണ്. പഴയ കഥകളൊക്കെ ഓർക്കാണ്. ദാവാഗ്നി, കാട്ടുതീ. ദാവാഗ്നേഹേ, കാട്ടുതീയിൽ നിന്നും. വാത വർഷാച്ച, കാറ്റിൽ നിന്നും, മഴയിൽ നിന്നും. വാതം കാറ്റ്, വർഷം മഴ. ദാവാഗ്നേഹേ വാതവർഷാച്ച,
കാട്ടുതീയിൽ നിന്ന്, കൊടുങ്കാറ്റിൽ നിന്ന്, മഴയിൽ നിന്ന്, വൃഷസർപ്പാത് ച രക്ഷിതാഹ. എന്താ? വൃഷങ്ങളിൽ നിന്ന്, കാളകളിൽ നിന്ന്, വൃഷഭാസുരൻ എന്നൊരു അസുരനെ സ്മരിച്ചുകൊണ്ടാണ്. സർപ്പാച്ച, സർപ്പത്തിൽ നിന്നും, അഘാസുരൻ, വൃഷഭാസുരൻ, ഇങ്ങനെ കുറെ പേരുടെ പേരുണ്ട്. കാളിയൻ എന്നുള്ള സർപ്പം. എന്താ? വൃഷ സർപ്പാച്ച രക്ഷിതാഹ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി. ദുരത്തേഭ്യോ മൃത്യുഭ്യ കൃഷ്ണേന സുമഹാത്മന. ദുരത്തേയമായ, അതിക്രമിക്കാൻ പറ്റാത്ത, ദുരത്തേഭ്യ, അതിക്രമിക്കാൻ പറ്റാത്ത, മൃത്യുഭ്യ, മൃത്യുവിൽ നിന്നും, മരണത്തെ അതിക്രമിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയുള്ള മൃത്യുവിൽ നിന്നും ഞങ്ങളെ എന്താണ്? കൃഷ്ണേന സുമഹാത്മന, മഹാത്മാവായ കൃഷ്ണനാൽ വയം രക്ഷിത, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി. ഇതൊക്കെ ഓർക്കാണ് പഴയ കഥകളൊക്കെ. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ മഹാത്മ്യം മനസ്സിലായത്. അങ്ങനെയാണ്. കൂടെയുള്ള ആൾക്കാര് കുറെ നാൾ മാറി നിൽക്കുമ്പോഴാണ് അവരുടെ ഗുണങ്ങളെ കുറിച്ചും മഹാത്മ്യത്തെ കുറിച്ചും ഒക്കെ ഓർക്കുന്നത്. പിന്നെ ദോഷമൊന്നും അധികം പറയില്ല, പിന്നെ ഗുണങ്ങൾ മാത്രമേ പറയൂ. ആ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, എന്തൊക്കെ അവിടെ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി, എന്നാന്ന് ചെയ്തപ്പോ പറയുമോ? അതില്ല. അവരെ കാണാതിരിക്കുമ്പോൾ നമ്മൾ സ്മരിക്കുന്നത്. അതേപോലെ നന്ദഗോപുര പഴയ കഥകളൊക്കെ, ദാവാഗ്നിമോചനം, പാദവർഷമോചനം, വൃഷത്തിൽ നിന്ന്, സർപ്പത്തിൽ നിന്ന്, ആർക്കും അതിക്രമിക്കാവാത്ത മൃത്യുഭയങ്ങളിൽ നിന്ന് പോലും കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചതാണ്. ദാവാഗ്നേർവാതവർഷാച്ചാം വൃഷസർപ്പച്ച രക്ഷിതാഹം ദുരത്തേഭ്യോ മൃത്യുഭ്യ കൃഷ്ണേന സുമഹാത്മനാം. ദാവാഗ്നേർവാതവർഷാച്ചാം വൃഷസർപ്പാച്ച രക്ഷിതാം ദുരത്തേഭ്യോ മൃത്യുഭ്യ കൃഷ്ണേന സുമഹാത്മനാം. സ്മരതാം കൃഷ്ണവീര്യാണി ലീലാപംഗനിരീക്ഷിതം ഹസിതം ഭാഷിതം ചംഗ സർവാഹ ന ശിഥിലക്രിയാഹം. സ്മരതാം കൃഷ്ണവീര്യാണി, കൃഷ്ണവീര്യങ്ങളെ ഓർമ്മിച്ചുകൊണ്ട്, സ്മരതാം, സ്മരിച്ചുകൊണ്ട്, ലീലാപംഗ നിരീക്ഷണം സ്മരതാം, കളിയായി തമാശയായി കടക്കണ്ണുകൾ കൂടി ഞങ്ങളെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. തമാശ കണ്ടിയാണ്, നേരെ നോക്കുകയാണെന്ന് വിചാരിച്ചു, പക്ഷെ കടക്കണ്ണിട്ട് ഞങ്ങളെ നേരെ ആയിരിക്കും നോക്കുന്നത്. ലീലാപംഗ നിരീക്ഷിതം, ഹസിതം ഭാഷിതം, ചിരിക്കുന്നതും പറയുന്നതും, ഹസിതം ഭാഷിതം, ചിരിക്കുന്നതും പറയുന്നതും, അതൊക്കെയും അംഗ സംബോധനയാണ്. ഉദ്ധവരെ വിളിച്ചതാണ്. ശ്രേഷ്ഠനായുള്ളവനായ ഹേ ഉദ്ധവ അംഗ. സർവാഹ ന ക്രിയാഹ ശിഥില, ഇതൊക്കെ ഞങ്ങളുടെ സമസ്ത ക്രിയകളെയും ശിഥിലമാക്കി മാറ്റുന്നു. ശിഥിലമാക്കി മാറ്റുന്നതിൽ എന്താണ്? യത്നമില്ലാത്തതാക്കി മാറ്റും, അയഞ്ഞു പോകുന്നാക്കി മാറ്റുന്നു എന്നുവെച്ചാൽ അയത്നലളിതമാക്കി മാറ്റുന്നു എന്ന്. കൃഷ്ണന്റെ വീര്യങ്ങള്, കടക്കണ്ണ നോട്ടം, ചിരി, സംഭാഷണം, ഇതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾ നിത്യേന ചെയ്യുന്ന ക്രിയകളൊക്കെ യാന്ത്രികമായി ചെയ്തു പോകുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങളുടെ പ്രയത്നം ആവശ്യമില്ല. കാരണം എന്താണ്? അറിയാതെ യാന്ത്രികമായിട്ട് ചെയ്തു പോകും. ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ആരിലാണ്? കൃഷ്ണന്റെ സംഭാഷണത്തിൽ, കൃഷ്ണന്റെ പുഞ്ചിരിയിൽ, കൃഷ്ണന്റെ നോട്ടത്തിൽ ഒക്കെയാണ്. അപ്പൊ പിന്നെ ആ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടി വെക്കും. ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് സ്വാദ് കൃഷ്ണൻ വിചാരിക്കുന്നുണ്ടായി വരുന്ന, ഞങ്ങൾ എന്തൊക്കെയാ ചേർത്തോ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഉപ്പ് ചേർത്തോ, മുളക് ചേർത്തോ, പുളി ചേർത്തോ ഒന്നും അറിയില്ല. ഞങ്ങളുടെ ക്രിയകളൊക്കെ ശിഥിലങ്ങളായി, അയഞ്ഞുപോയി. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കൃഷ്ണനിൽ മാത്രമാണ്.
സ്മരതാം കൃഷ്ണവീര്യാണി ലീലാപങ്കനിരീക്ഷിതം ഹസിതം ഭാഷിതം ചങ്ക സർവാ നശിഥിലക്രിയാം. സ്മരതാം കൃഷ്ണവീര്യാണി ലീലാപങ്കനിരീക്ഷിതം ഹസിതം ഭാഷിതം ചങ്ക സർവാ നശിഥിലക്രിയാം. സാറേ ലീല പങ്കം എന്നാണോ പാങ്കം എന്നുണ്ടോ സാറേ? ദീർഘമുണ്ടോ സാറേ അവിടെ? ദീർഘമുണ്ട്. ലീലാപാങ്കം അല്ലേ? ലീലാപാങ്കം, ലായ്ക്കും പായ്ക്കും ദീർഘമുണ്ട്. ഓക്കെ സാർ, ശരി സാർ, ശരി സാർ. പരിച്ഛൈരവനോദ്ദേശൻ മുകുന്ദപദഭൂഷിതൻ ആക്രീഡാനീക്ഷമാണാനാം മനോ യാതി തദത്മതാം. ഫരിത് ശൈല വന ഉദ്ദേശാൻ. ഫരിച്ഛൈലവനോദ്ദേശാൻ. ഫരിത് ശൈല വന ഉദ്ദേശാൻ. ഫരിച്ഛൈലവനോദ്ദേശാൻ. ഫരിത്ത് നദി, വനം വൃന്ദാവനം തന്നെ, ശൈലം പർവ്വതം. ഫരിത്ത് ശൈല വന ഉദ്ദേശത്തിന് പ്രദേശം എന്നർത്ഥം. ഉദ്ദേശാൻ പ്രദേശാൻ സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ. വൃന്ദാവനത്തിലെ നദികൾ, അവിടെയുള്ള പർവ്വതങ്ങൾ, അവിടെയുള്ള വനങ്ങൾ, അവിടെയുള്ള പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ. മുകുന്ദ പദഭൂഷിതൻ, അവിടെയൊക്കെ മുകുന്ദന്റെ ചുവടുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്. മുകുന്ദ പദഭൂഷിതൻ, മുകുന്ദന്റെ കാൽപ്പാടുകൊണ്ട്. പദം എന്ന് വെച്ചാൽ അടയാളം എന്നാണ്. പാദം പതിഞ്ഞ സ്ഥലമാണ് പദം. മുകുന്ദ പദം കൊണ്ട് ഭൂഷിതങ്ങളാണ്, അലങ്കരിക്കപ്പെട്ടതാണ്. അവിടെയുള്ള നദികളിലും ശൈലങ്ങളിലും വനങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ പതിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പോഴും കാണാം, അവിടെയൊക്കെ ഓടി നടന്നതാണ് കൃഷ്ണൻ. ആക്രീഡാൻ ഈക്ഷമാണാനം. ആക്രീഡം കളിസ്ഥലങ്ങൾ, കൃഷ്ണൻ വിഹരിച്ച കളിസ്ഥലങ്ങൾ. ഈക്ഷമാണാനാം നോക്കുന്നവരുടെ. മനോയാതി മനസ്സ് എത്തിച്ചേരുന്നു. തദാത്മത ഭഗവത് സ്വരൂപമായി ഞങ്ങളുടെ മനസ്സ് തീയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ മനസ്സ് കൃഷ്ണനിലാണ്. ശ്രീകൃഷ്ണന്റെ പാദം പതിഞ്ഞ സ്ഥലങ്ങളിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ അവിടെയൊക്കെ കൃഷ്ണൻ നിൽക്കുന്നു തന്നെ ഞങ്ങൾക്ക് തോന്നുക. യാതി തദാത്മത, തദാത്മതാം വ്യാധി, അതായിട്ട് തീർന്നതായിട്ട് ഞങ്ങൾക്ക് വിചാരിക്കുകയാണ്. കൃഷ്ണൻ ഇവിടെ തന്നെയുണ്ട്. ഈ പർവ്വതത്തിലെ എന്താണ് കാൽപാദം കാണുമ്പോൾ ഇത് കൃഷ്ണന്റെയാണ്. അപ്പൊ കൃഷ്ണൻ ഇവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങൾക്ക് തോന്നുകയാണ്. കൃഷ്ണൻ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ പറ്റുകയില്ല. പരിച്ഛൈരവനോദ്ദേശാൻ മുകുന്ദപദഭൂഷിതാൻ ആക്രീഡാനീക്ഷമാണാനാം മനോയാതി തദാത്മതാം. പരിച്ഛൈരവനോദ്ദേശാൻ മുകുന്ദപദഭൂഷിതാൻ ആക്രീഡാനീക്ഷമാണാനാം മനോ യാതി തദാത്മതാം. മന്യേ കൃഷ്ണം ജരാമം ച പ്രാപ്താവിഹ സുരോത്തമോ പുരാണം മഹദർദ്ധായ വചനം യഥാ. മന്യേ വിചാരിക്കുന്നു, മന്യേ ഞാൻ വിചാരിക്കുന്നു, അഹം മന്യേ കൃഷ്ണം ച രാമം ച, രാമനെയും കൃഷ്ണനെയും ഞാൻ വിചാരിക്കുന്നത് പ്രാപ്തൗ ഇഹ പ്രാപ്താവിഹ. പ്രാപ്തൗ ദ്വിവചനം പറയുന്നതുകൊണ്ടാണ് ഔകാരമാണ്. പ്രാപ്തൗ ഇഹ പ്രാപ്താവിഹ, ഇവിടെ പ്രാപിച്ച എത്തിച്ചേർന്ന. സുരോത്തമൗ, ഉത്തമന്മാരായ ദേവന്മാരാണ്. സുരോത്തമൗ, സുരന്മാരിൽ വെച്ച് ഉത്തമന്മാരാണ് ഈ രാമകൃഷ്ണന്മാർ. അവർ ദേവന്മാരാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, മനുഷ്യരല്ല. പുരാണം മഹദർത്ഥായ, ദേവന്മാരുടെ മഹത്തായ അർത്ഥത്തിനു വേണ്ടി, അർത്ഥം പ്രയോജനം എന്നാണ്.
മഹത്തായ പ്രയോജനത്തിനു വേണ്ടി ദേവന്മാരുടെ പ്രയോജനത്തിനു വേണ്ടി രാമകൃഷ്ണന്മാർ ദേവന്മാർ തന്നെയായിട്ട് ഭൂമിയിൽ അവതരിച്ചതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ചുമ്മാ വിചാരിക്കാൻ പറ്റുമോ? അതെ, ചുമ്മാ വിചാരിച്ചല്ല. ഗർഗസ്യ വചനം യഥാ നാമകരണം ചെയ്തപ്പോ ഗർഗൻ ഇങ്ങനെ പറഞ്ഞു, അതിപ്പോ ശരിയാന്ന് ഓരോ ദിവസം തോന്നുക. അന്ന് പേരിട്ടപ്പം അത്യാവശ്യം ജാതകവും തലക്കുറിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഗർഗൻ ഒരു സാമാന്യ ഫലമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതിപ്പോ സഫലമായി തന്നിരിക്കുകയാണ്. ഈ രാമകൃഷ്ണന്മാർ മനുഷ്യരല്ല, ഉത്തമന്മാരായ ദേവന്മാരാണ്. ദേവേന്ദ്രൻ ദേവന്മാർ അപേക്ഷിച്ചനുസരിച്ച് ഭൂമിയിൽ വന്നു പിറന്ന ദേവശ്രേഷ്ഠന്മാരായ മഹാവിഷ്ണുവിന്റെ ചൈതന്യം തന്നെയാണ്. യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഇപ്പോഴാണത് നന്ദഗോപർക്കും യശോദക്കും ശരിക്കും മനസ്സിലായി. തല്ലാൻ പിടിക്കുമ്പോഴും കൊള്ളെ കെട്ടിയിടുമ്പോഴും ഒന്നും ആർക്കും തോന്നിയിരുന്നില്ല. കാരണം കൃഷ്ണനൊക്കെ മറച്ചു പിടിച്ചപ്പോഴാണ്. ഗോവർദ്ധനം കൊണ്ടാണ് ആദ്യം അറിയുന്നത് ശരിക്കും. ബാക്കി ദാവാക്തിമോചനം കൊണ്ടൊക്കെ അല്പാൽപ്പം മനസ്സിലായി, അപ്പൊ തന്നെ മറന്നുപോയി. പക്ഷെ ഗോവർദ്ധന ലീലകൾ കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് ഉറപ്പിച്ചു, വെറും മനുഷ്യനല്ല, ഗർഭനം പറഞ്ഞത് ശരിയാവാം. അതിപ്പോ ഉദ്ധവരോട് അതന്നെ പറയാണ്. പുരാണ മഹദത്തായ ഗർഗസ്യ യഥാവചനം, ദേവന്മാരുടെ മഹത്തായ കാര്യത്തിന് വേണ്ടി അവതരിച്ചതാണ് ഗർഗന്റെ വാക്ക്. സത്യം തന്നെയാണ്. മന്യേ കൃഷ്ണം ജരാമഞ്ച പ്രാപ്താവിഹ പുരോത്തമൗ പുരാണം മഹദദ്ധായ ഗർഗസ്യ വചനം യഥാം. മന്യേ കൃഷ്ണം ജരാമഞ്ച പ്രാപ്താവിഹ പുരോത്തമൗ പുരാണം മഹദദ്ധായ ഗർഗസ്യ വചനം യഥാം. കംസം നാഗായുധപ്രാണം മല്ലൗ ഗജപതിം തഥാം അവധിഷ്ഠാം ലീലയൈവ പശൂനിവ മൃഗാധിപാം. ഇതെങ്ങനെ മനസ്സിലാക്കി? ഇതാ ഉദാഹരണം ഇവിടുന്ന് തന്നെ പറയാം. മധുരയിൽ ചെന്നപ്പോ തന്നെയുണ്ട്. പിന്നെ കംസനെ കൊന്നില്ലേ? നാഗായുധപ്രാണം, 10,000 ആനയുടെ പ്രാണശക്തി ഉള്ളവനാണ് കംസൻ. നാഗായുധപ്രാണം, അയുധനാഗങ്ങളിലെ പ്രാണശക്തി ഉള്ളവൻ. 10,000 ആനയുടെ കരുത്തും കൽപ്പും ശക്തിയും ഉള്ളവനായ ആ കംസനെ കൊന്നില്ലേ? സാധാരണക്കാർക്ക് പറ്റുമോ? ഇത് വെറും മനുഷ്യരല്ല, ഉറപ്പാണ്. കംസം നാഗായുധപ്രാണം തന്നെയല്ല, മല്ലവും 2 മല്ലന്മാരെ കൊന്നല്ലേ? ഇവരെ ആർക്കും കൊല്ലാൻ പറ്റും? ഈ നാട്ടിൽ ആരും വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. തന്നെയാണോ ഗജപതിൻ, ആനെ, ഉത്കൃഷ്ടമായ ഒരു ആനയെ അണിയിച്ചെടുത്ത് നിർത്തിരുന്നു, അതിനെയും കൊന്നില്ലേ? തഥാ, അങ്ങനെ, അവധിഷ്ഠാം, വധിച്ചു. 2 പേരും കൂടി ചേർന്നാണ് വധിച്ചത്. വിഭജനം നടന്ന കൂട്ടാണ്. നാഗായുധപ്രാണം കംസം മല്ലൗ തഥാ ഗജപതിൻ അവധിഷ്ഠാം. നാഗായുധപ്രാണനായ കംസനെയും മല്ലന്മാരെയും അതുപോലെ ഗജപതിയെയും അവധിഷ്ഠാം, വധിച്ചു. എങ്ങനെയാണ് വധിച്ചത്? ലീലയൈവ, ഒരു കളി പോലെ. നല്ല പ്രയത്നിച്ചൊന്നുമല്ല അവരെയൊന്നും കൊല്ലാൻ പുറപ്പെട്ടത്. ഒരു കളിയായിട്ട് മാത്രമല്ല. ലീലയൈവ പശൂനിവ മൃഗാധിപ, മൃഗാധിപനായ സിംഹം മറ്റു പശുക്കളെ, പശുവിന് മൃഗം എന്നർത്ഥം, മറ്റു മൃഗങ്ങളെ കൊല്ലുന്ന പോലെ. മലയാളത്തിലാണ് പശുവാകുന്നത്. സംസ്കൃതത്തിൽ ഗോവിനെ പശുവാകാൻ പറ്റും. ബാക്കി പശു എന്ന് പറഞ്ഞാൽ അവിടെ മൃഗം എന്നർത്ഥം. അപ്പം മൃഗാധിപ പശൂൻ ഇവ, മൃഗാധിപനായ സിംഹം മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ. സിംഹത്തിന് ഒരു പാടുമില്ലല്ലോ മറ്റു മൃഗങ്ങളെ കൊല്ലാൻ. അതേപോലെയാണ് ഈ കംസാദികളെയും മല്ലനെയും ആനയെയും ഒക്കെ ഈ കൃഷ്ണൻ കൊന്നത്. കൊച്ചുകുട്ടിയാണോ? മനുഷ്യനാണോ? തീർച്ചയായിട്ടും അല്ല. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെ. ദേവന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭൂമിയിൽ അവതരിച്ചാണ്, ഉറപ്പാണ്.
നന്ദഗോപർക്ക് കാര്യം ഇപ്പോഴാണ് സ്പഷ്ടമായത്. അത് ഉദ്ധവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കംസം നാഗായുധപ്രാണം മല്ലൗഗജപതിം തഥാം അവധിഷ്ഠാം ലീലൈവ പശൂനിമഗാധിപാം. കംസം നാഗായുധപ്രാണം മല്ലൗഗജപതിം തഥാം അവധിഷ്ഠാം ലീലൈവ പശൂനിമഗാധിപാം. താലത്രയം മഹാഭാരം ധനുരീഷ്ടിമിവേഭരാക്ഷ് ബഭഞ്ജൈകേന ഹസ്തേന സപ്താഹമദധദ്ഗിരിം. താലത്രയം, താലം ച പനേന്ന്, താലത്രയം 3 പനയുടെ അത്ര വലിപ്പമുള്ളത്. താലത്രയം മഹാഭാരം, വലിയത്, 3 പനയുടെ അത്രം വലിപ്പമുള്ളതും മഹാഭാരമായതുമായ ധനുഹു, വില്ല്. ഇവിടെ വില്ല് വെച്ചിരുന്നു. അത് കുറച്ചുപേരും പിടിച്ച് പൊങ്ങില്ല. 500 ആൾക്കാർ ഒന്നിച്ച് പിടിച്ചു ഒക്കെ എടുത്തുകൊണ്ട് വെക്കുന്നത്. അങ്ങനത്തെ ഒരു വില്ല് ഇവിടെ ഉണ്ടായിരുന്നു. ആ വില്ല് യഷ്ടിം ഇവ ഇഭരാക്ഷ്, യഷ്ടിമിവേ ഭരാക്ഷ്, യഷ്ടിം ഇവ ഇഭരാക്ഷ്, കുടിച്ചുമ്പോൾ യഷ്ടിമിവേ ഭരാക്ഷ്. യഷ്ടി എന്ന് വെച്ചാൽ വടിയുന്ന ഒരു കമ്പ്. ഇവ എന്ന പോലെ ഇഭരാക്ഷ്, ആന. ഇഭം ആന, ഇഭരാക്ഷ് ആനകളിൽ വെച്ച് ശ്രേഷ്ഠൻ ഗജേന്ദ്രൻ. ഗജേന്ദ്രന്മാർ ഒരു കമ്പൊടിക്കുന്നത് പോലെയല്ലേ ഈ വില്ലൊടിച്ചത്. ഇത് സാധാരണക്കാർക്ക് പറ്റുമോ? ഉറപ്പാണ്. താലത്രയും മഹാഭാരം ധനു, 3 പനയുടെ അത്ര വലിപ്പമുള്ളതും മഹാഭാരവുമായ വില്ല് ഇഭരാട് യഷ്ടിമിവ. ഇഭരാക്ഷ് ഗജേന്ദ്രൻ യഷ്ടിയെ പോലെ, കമ്പൊടിക്കുന്നത് പോലെ. ആനയൊക്കെ എടുത്ത് കമ്പ് കൊടുത്താൽ ആനയ്ക്ക് എന്താ പാട്? അപ്പഴേ പിടിച്ച് മുമ്പ് കേവിച്ചൊടിച്ചതായി ഇടും. ഇതേപോലെയായിരുന്നു ഈ ശ്രീകൃഷ്ണന് ആ കംസന്റെ രാജധാനിയിൽ പൂജിച്ചു വെച്ചിരുന്ന ചാപം എടുത്ത് വളച്ച് ഒടിക്കാൻ വളരെ എളുപ്പമായിരുന്നു, ഒരുപാടില്ലായിരുന്നു. അപ്പൊ ഇതാരല്ല? മനുഷ്യരല്ല. അമാനുഷമായ ശക്തി കൃഷ്ണനിൽ ഇതാ കാണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഞങ്ങൾ മനുഷ്യനാണ് വിചാരിച്ചത്. ഇനിയിപ്പോ ബോധ്യമായി അമാനുഷമായ ശക്തി ഉണ്ട്. എന്താ കാരണം? ബഭഞ്ജ ഏകേന ഹസ്തേന, ബഭഞ്ജ ഏകേന ഹസ്തേന, ഒരു കൈ കൊണ്ട് ഒടിച്ചു. ബഭഞ്ജ ഒടിച്ചു, ഏകേന ഹസ്തേന ഒറ്റ കൈ കൊണ്ട്. ഈ വില്ല് ഒരു കൈ കൊണ്ട് പൊക്കി ഇങ്ങോട്ട് എടുത്ത് വളച്ചു വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? ഒടിഞ്ഞ് 2 കഷ്ണമായി. ബഭഞ്ജ ഏകേന ഹസ്തേന. പിന്നെയൊന്നോ സപ്താഹം അദധാദ്ഗിരിം, 7 ദിവസം പർവ്വതത്തെ പിടിച്ചു നിർത്തിയില്ലേ. സപ്താഹം അദധാത്, ധരിച്ചു. ഗിരിം, പർവ്വതത്തെ, ഗോവർദ്ധന പർവ്വതത്തെ 7 ദിവസം പൊക്കി പിടിച്ചില്ലേ. ഇതൊരു മനുഷ്യന് പറ്റുമോ? ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യർ പർവ്വതം പൊക്കി പിടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? 7 ദിവസം. രാവണൻ കൈലാസം എടുത്ത് ഒന്ന് അമ്മാനമാടാൻ വേണ്ടി പൊക്കിയെടുത്ത് മേളിലിട്ട് താഴെ വെച്ചു, പിന്നെ പറ്റിയിട്ടില്ല. ആകപ്പാടെ 10 മിനിറ്റ് വേണ്ടി വന്നത്. ഇതല്ല. രാവണന്റെ കൽപ്പന കിടക്കുന്നു. ഈ കൊച്ചുകുട്ടി 7 ദിവസം ഈ പർവ്വതം ഒരുപോലെ താങ്ങി നിർത്തി. ഓർത്തു നോക്കൂ, മനുഷ്യനല്ല കൃഷ്ണൻ, ദേവോത്തമൻ തന്നെയാണ്. ഉറപ്പിക്കുകയാണ്. താരത്രയം മഹാഭാരം ധനുഹു ഇഭരാട് ഇഷ്ടിംബ ഏകേന ഹസ്തേന ബഭഞ്ജ. ഒരു കാര്യം. മറ്റൊന്ന് സപ്താഹം ഗിരിം അദധ, 7 ദിവസം പർവ്വതത്തെ ധരിച്ചുവല്ലോ. താലത്രയം മഹാഭാരം ധനുരിഷ്ടിമിവേഭരാക്ഷ് ബഭഞ്ജൈകേന ഹസ്തേന സപ്താഹം അദധാദ്ഗിരിം. താലത്രയം മഹാഭാരം ധനുരിഷ്ടിമിവേഭരാക്ഷ് ബഭഞ്ജൈകേന ഹസ്തേന സപ്താഹം അദധാദ്ഗിരിം. താലത്രയം മഹാഭാരം ധനുരിഷ്ടിമിവേഭരാക്ഷ് ബഭഞ്ജൈകേന ഹസ്തേന സപ്താഹം അദധാദ്ഗിരിം. പ്രലംബോ ധേനുകോ അരിഷ്ട തൃണാവർത്തോ വികാദയ
ഇനിയും കുറെ പേര് ഇവിടുന്ന് പോയവരുണ്ട്. പ്രലംബൻ, ധേനുകൻ, അരിഷ്ടൻ, തൃണാവർത്തൻ, ബഗൻ ആദിയായവ. പ്രലംബോ, ധേനുകോ, അരിഷ്ട, തൃണാവർത്തോ, ബക ആദയ ദൈത്യാഹ. ഇങ്ങനെയുള്ള അസുരന്മാരെ ഫുരാഫുരജിതോ, സുരന്മാരാലും അസുരന്മാരാലും ജയിച്ചവനാണ്. ദേവന്മാരെയും അസുരന്മാരെയൊക്കെ കീഴ്പ്പെടുത്തിയവരാണ് ഇവർ. ഇവരൊക്കെ ഹതാഹ കൊല്ലപ്പെട്ടു. ഏന ഇഹലീലയ, ഏനേഹലീലയ, ഏന യാതൊരുവനാൽ, ഇഹ ഇവിടെ, ലീലയ ഒരു കളിയായിട്ട്. യാതൊരു കൃഷ്ണനാലാണോ ഒരു കളിയായിട്ട് പ്രലംബനെയും ധേനുകനെയും അരിഷ്ടനെയും തൃണാവർത്തനെയും ബഗാദികളെയും ഒക്കെ, ഈ അസുരന്മാരെയൊക്കെ, ഇവരൊക്കെ ആകട്ടെ ഫുരാസുരന്മാരെ ജയിച്ച കൽപ്പുള്ളവരാണ്. അവരെ ലീലയാ ഏന ഇഹ ഒരു തമാശയായിട്ട് ആരാലാണോ ഇവിടെ കൊല്ലപ്പെട്ടത്, ഹതഹ, അവനാണ് കൃഷ്ണൻ. ബുദ്ധർക്ക് വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കൃഷ്ണന്റെ മഹാത്മ്യം എന്താണ്. ഇതിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് കൃഷ്ണൻ തന്നെ വിളിച്ചു പറയാൻ പറ്റില്ല എനിക്ക് ഇന്ന മഹാത്മ്യമുള്ള ആളാണ് ഞാനെന്ന്. അപ്പൊ ഉദ്ധവരെ ഒന്ന് മനസ്സിലാക്കുന്ന ഒറ്റ വഴിയുള്ളൂ, അമ്പാടി ഗോവർദ്ധൻ ചേരട്ടെ, ഇതെല്ലാം കണ്ടു മനസ്സിലാക്കണം. താലത്രയം മഹാഫാല പ്രലംബോധേനുകോരിഷ്ട തൃണാവർത്തോ ബഗാദയാം ദൈത്യാസുരാസുരജിതോ ഹതാ ഏനീഹലീലയാം. പ്രലംബോധേനുകോരിഷ്ട തൃണാവർത്തോ ബഗാദയാം ദൈത്യാസുരാസുരജിതോ ഹതാ ഏനീഹലീലയാം. ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണ മഹാത്മ്യത്തെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചിട്ട് നന്ദഗോപനെത്തിയപ്പോൾ ശിശുകൻ ബാക്കി കഥ പറയുന്നു. ഇത് സംസ്മൃത്യ നന്ദകൃഷ്ണാനുരക്തധീ അത്യുത്കണ്ഠോഭവത് തൂഷ്ണീം പ്രേമ പ്രസരവിഹ്വലാം. ഇത് ഇങ്ങനെ സംസ്മൃത്യ വീണ്ടും വീണ്ടും ഓർമ്മിച്ചിട്ട്, പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് നന്ദഗോപർക്ക് മതിയാവുന്നില്ല. പിന്നെയും പിന്നെയും ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇനിയുണ്ട് അത് ഇത് എത്ര എത്ര കഥകളാണ്. ഇതെല്ലാം ഓർമ്മിച്ചിട്ട് അതിനാണ് സംസ്മൃത്യ ആവർത്തിച്ചത്. സംസ്മൃത്യ നന്ദഗോപർ കൃഷ്ണാനുരക്തധീഹി, കൃഷ്ണനിൽ അനുരക്തമായ ബുദ്ധിയോടുകൂടിയവനായി. കൃഷ്ണാനുരക്തധീഹി നന്ദ. ഇതൊക്കെ ഓർമ്മിച്ച് നന്ദഗോപർ കൃഷ്ണനിൽ അനുരക്തമായ ബുദ്ധിയുള്ളവനായിട്ട് അത്യുത്കണ്ഠോ അഭവത് തൂഷ്ണി, അത്യുത്കണ്ഠോ അഭവത് തൂഷ്ണീം, അത്യുത്കണ്ഠോഭവത് തൂഷ്ണീം, അത്യുത്കണ്ഠനായി ആയി, അഭവത് ഭവിച്ചു, തൂഷ്ണീം അഭവത്, തൂഷ്ണീത നിശബ്ദനായി തൂഷ്ണീ. അത്യുത്കണ്ഠ തൂഷ്ണീം അഭവ, ഏറ്റവും ഉത്കണ്ഠാകുലനായിട്ട് ഒന്നും ഉണ്ടായിരുന്നു. ദുഃഖം കൂടിക്കൂടി വന്നപ്പോൾ നന്ദഗോപർക്ക് മിണ്ടാൻ പറ്റണ്ടായി. കുറേ എണ്ണമൊക്കെ ഓർമ്മിച്ചൊക്കെ വീണ്ടും 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 പറഞ്ഞു. അങ്ങനെ മനസ്സും മുഴുവൻ കൃഷ്ണനിലേക്ക് ലയിച്ചു കഴിഞ്ഞപ്പോൾ നിശബ്ദനായിട്ടൊന്നു നന്ദഗോപർ. പ്രേമ പ്രസരവിഹുല, കൃഷ്ണനോടുള്ള പ്രേമം പ്രസരിച്ചു, എന്നുവെച്ചാൽ വ്യാപരിച്ചു. അതുകൊണ്ട് വിഹ്വലനായി, ഉത്കണ്ഠാകുലനായി. സങ്കടം എന്ന് പറയാൻ പറ്റത്തില്ല, സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. സങ്കടത്തിൽ കുതിർന്ന സന്തോഷം അനുഭവിച്ചു. ഇപ്പൊ അനുഭവിക്കുന്ന സന്തോഷത്തിൽ സങ്കടം ധാരാളമുണ്ട്. കാരണം കൃഷ്ണനെ കാണാൻ പറ്റാത്ത. അങ്ങനെ അത്യുത്കണ്ഠനായി തൂഷ്ണിയായി ഭവിച്ചു പ്രേമ പ്രസരവിഹുരനായ നന്ദഗോപരുടെ വിശേഷമാണ്. ഇത് സംസ്മൃത്യ നന്ദകൃഷ്ണാനുരക്തധീ അത്യുത്കണ്ഠോ ഭവത് തൂഷ്ണീം പ്രേമ പ്രസരവിഹ്വലാം.
ഇത് സംസ്മൃത്യ നന്ദകൃഷ്ണ അനുരക്തധി അത്യുത്കണ്ഠോ ഭവത്തൂഷ്ണീം പ്രേമപ്രസരവിഹ്വല യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി സുന്വന്ത്യശ്രൂണ്യവാഫ്രാക്ഷീത് സ്നേഹസ്മൃതപയോധര. യശോദയാകട്ടെ വർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച, വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന പുത്രന്റെ ചരിതങ്ങൾ, വർണ്യമാനാനി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന പുത്രസ്യ ചരിതാനി പുത്രന്റെ ചരിതങ്ങളെ, സ്വന്തം പുത്രന്റെ ചരിതങ്ങൾ നന്ദഗോപുരി വർണ്ണിച്ചു കേൾപ്പിച്ചത് സുമന്തി കേട്ടിട്ട്, സുമന്തി അശ്രൂണി അവാഫ്രാക്ഷി കണ്ണീരുകളെ പൊഴിച്ചു. സുമന്തി അശ്രൂണ്യ അവാഫ്രാക്ഷി എല്ലാ അക്ഷരവും വേണം, ദീർഘവും വേണം ചൊല്ലി വരുമ്പോ. സുമന്തി അശ്രൂണ്യ അവാഫ്രാക്ഷി, സുമന്തി അശ്രൂണി അവാഫ്രാക്ഷീത്. അഫ്രാക്ഷീത് എന്ന ലുങ്ങാണ്, പൊഴിച്ചു എന്നാണ്. അവ അഫ്രാക്ഷീത് അവാഫ്രാക്ഷീത് ദീർഘം വരുന്നതാണ്. ശൃന്തി അശ്രൂണി അവാഫ്രാക്ഷീത് കേട്ടുകൊണ്ട് കണ്ണീര് പൊഴിച്ചു യശോദ. യശോദയ്ക്ക് മിണ്ടാൻ പറ്റില്ല. നന്ദഗോപുരി പാടിപ്പുകർത്ത കൃഷ്ണന്റെ അവദാനങ്ങൾ കേട്ടുകൊണ്ട് കണ്ണീര് കണ്ണിൽ നിന്നും ധാരയായിട്ട് വീണിട്ട് അവൾ നിശബ്ദയായിട്ടുന്നു. സ്നേഹ സ്മൃത പയോധര, സ്നേഹം കൊണ്ട് പയോധരങ്ങൾ മുലകൾ സ്മൃതങ്ങളായി ചുരുന്നു വന്നു. സ്നേഹസ്മൃത പയോധര, സ്നേഹം കൊണ്ട് പയോധരങ്ങൾ സ്മൃതങ്ങളായി മുലകൾ ചുരന്നു തുടങ്ങി, പാല് വന്നു തുടങ്ങി. സ്നേഹം കൊണ്ടാണ്, സ്നേഹാധിക്യം കൊണ്ടാണ്. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാഫ്രാക്ഷീ സ്നേഹസ്മൃതപയോധരാം. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാഫ്രാക്ഷീ സ്നേഹസ്മൃതപയോധരാം. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാഫ്രാക്ഷീ. ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ ശൃണ്വന്തി അശ്രൂണ്യവാഫ്രാക്ഷീ, ശൃണ്വന്തി അശ്രൂണി അവാഫ്രാക്ഷീ, ശൃണ്വന്ത്യശ്രൂണ്യവാഫ്രാക്ഷീ സ്നേഹസ്മൃതപയോധരാം. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാഫ്രാക്ഷീ സ്നേഹസ്മൃതപയോധരാം. തയോരിത്തം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദമാഹോത്ഥവോ മുദാ. തയോഹോ ഇത്തം, അവർ രണ്ടുപേരും, ഇത്തം ഇപ്രകാരം, ഭഗവതി കൃഷ്ണയെ കൃഷ്ണ ഭഗവാനിൽ, കൃഷ്ണൻ സപ്തമിയാണ്, ഭഗവതിയും സപ്തമിയാണ്. ഭഗവാന്റെ സപ്തമിയാണ് ഭഗവതി, ഭവാന്റെ. ഭവാൻ എന്നതിന് സപ്തമി എന്താണ്, സ്ത്രീലിംഗമാണ് ഭവതി. അതുപോലെ ഭഗവാന്റെ സ്ത്രീലിംഗമാണ് ഭഗവതി. പക്ഷെ ഇവിടെ ഭഗവതി സപ്തമി ഏകവചനത്തിലാണ്, ഭഗവാനിൽ. സ്ത്രീലിംഗമാണെങ്കിൽ ഭഗവതി എന്ന് ദീർഘം വരണം. തയോരിത്തം ഭഗവതി കൃഷ്ണേ, അവർ രണ്ടുപേരും കൃഷ്ണ ഭഗവാനിൽ, നന്ദ യശോദയോഹോ തയോഹോ, ആ നന്ദ യശോദമാരുടെ, യശോദാനന്ദന്മാരുടെ വീക്ഷ്യ അനുരാഗം, അനുരാഗം വീക്ഷ്യ, വീക്ഷ്യാനുരാഗം, വീക്ഷ കണ്ടിട്ട്, അനുരാഗം വീക്ഷ്യ, അനുരാഗം കണ്ടിട്ട്, തയോഹോ നന്ദയശോദയോഹോ ഭഗവതി കൃഷ്ണേ അനുരാഗം പരമം വീക്ഷ്യ. നന്ദഗോപരുടെയും യശോദയുടെയും ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് ഉണ്ടായ, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുണ്ടായ അനുരാഗം
കണ്ടിട്ട് നന്ദം ആഹ ഉദ്ധവോ മുദ. നന്ദം നന്ദനോട് ആഹ പറഞ്ഞു, ഉദ്ധവ ഉദ്ധവൻ മുദാ സന്തോഷത്തോടെ. നന്ദം ആഹ ഉദ്ധവോ നന്ദമാഹോദ്ധവോ എന്ന് ചോദിച്ചു. നന്ദം ആഹ നന്ദനോട് പറഞ്ഞു, നന്ദഗോപരോട് പറഞ്ഞു ഉദ്ധവ. ഇതുവരെ നന്ദഗോപർ ഉദ്ധവരോട് പറഞ്ഞാണ്. ഇനി എന്താണ് ഉദ്ധവരെ നന്ദഗോപരോട് പറയുന്നു എന്ന് തിരിച്ചു പറയാം. മറുപടിയാ തയോഹോ യുദ്ധം. തയോഹോ എന്ന് വെച്ചാൽ ആരുടെയാണ്? നന്ദ യശോദയോഹോ, യശോദാനന്ദന്മാരുടെ യുദ്ധം ഭഗവതി കൃഷ്ണനെ പരമം അനുരാഗം വീക്ഷ. ഇപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള അനുരാഗം കണ്ടിട്ട് നന്ദം മുദാ ഉദ്ധവ മുദാ നന്ദം ആഹ. ഉദ്ധവൻ സന്തോഷത്തോടെ നന്ദഗോപരോട് ഇങ്ങനെ പറഞ്ഞു. ഇനിയുള്ള വരികൾ ഉദ്ധവൻ നന്ദഗോപരോട് തിരിച്ചു പറയാം. ഇത് കൃഷ്ണ മഹാത്മ്യം മുഴുവൻ നന്ദഗോപർ പറഞ്ഞത് ഉദ്ധവര് കേട്ടു. ഇനി ഉദ്ധവര് തിരിച്ചു പറയാം. തയോരിദ്ധം ഭഗവതി കൃഷ്ണേ നന്ദേശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദമാഹോദ്ധവോ മുദാം. തയോരിദ്ധം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദമാഹോദ്ധവോ മുദാം. തയോരിദ്ധം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദമാഹോദ്ധവോ മുദാം. ഈ ഉദ്ധവരുടെ വാക്കുകളാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കുന്നു. നമുക്കിവിടെ ഉപസംഹരിപ്പിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.